ഓം നമോ ഭഗവതീ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 18-ാം അധ്യായമായ മോക്ഷസന്യാസ യോഗത്തിലെ 39 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. ഇനി നമുക്ക് 40-ാമത്തെ ശ്ലോകം നോക്കാം. ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനാ സത്വം പ്രകൃതിജൈർമുക്തം യദേഭിർ സ്യാത് ത്രിഭിർഗുണൈർ. പ്രകൃതിജൈർ, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന, ഏഭി ത്രിഭി ഗുണൈർ, ഈ 3 ഗുണങ്ങളിൽ നിന്നും മുക്തം, മുക്തമായ, യത് സത്വം സ്യാത്, ഏതൊരു വസ്തുവോ ജീവിയോ ഉണ്ടെന്ന് കരുതുന്നുവോ, തത്, അത്, പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുന, ഭൂമിയിലോ സ്വർഗത്തിലോ ദേവന്മാരിലോ ന അസ്തി, ഇല്ല തന്നെ. പ്രകൃതിയിൽ നിന്നും ഉളവാകുന്ന ഈ 3 ഗുണവിശേഷങ്ങളിൽ നിന്ന്, അതായത് സത്വരജസ് തമോ ഗുണങ്ങളിൽ നിന്ന് വിമുക്തമായ ഏതൊരു ജീവിയോ വസ്തുവോ ഉണ്ടെന്ന് കരുതുന്നുവോ, അത് ഭൂമിയിലോ സ്വർഗത്തിലോ ദേവന്മാരുടെ ഇടയിലോ ഒന്നും ഇല്ല തന്നെ. പ്രകൃതിജന്യമായ ഈ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തമായ ജീവജാലങ്ങളോ വസ്തുക്കളോ പ്രതിഭാസങ്ങളോ ഭൂമിയിലോ സ്വർഗത്തിലോ മറ്റെവിടെയുമോ ഇല്ല തന്നെ. അതായത് സത്വ രജ തമോ ഗുണങ്ങൾക്ക് പാത്രമാകാത്ത യാതൊരു വസ്തുക്കളോ ജീവികളോ പ്രതിഭാസങ്ങളോ ഈ പ്രപഞ്ചത്തിൽ ഒരിടത്തും ഇല്ല. ഈ ത്രിഗുണങ്ങൾ എല്ലാറ്റിലുമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകല വസ്തുക്കളിലും ജീവജാലങ്ങളിലുമുണ്ട്. ഈ ത്രിഗുണങ്ങൾക്ക് അതീതമായത് പരമാത്മാവ് മാത്രമാണ്. ഭൗതിക വസ്തുക്കളും ജീവികളും മാത്രമല്ല, ചിന്ത, വാക്ക്, പ്രവൃത്തി, ബുദ്ധി, ജ്ഞാനം, സുഖം, ആഹാരം, യജ്ഞം, ദാനം, തപസ്, സന്യാസം, ത്യാഗം, വിശ്വാസം എന്നിങ്ങനെയുള്ള എല്ലാ പ്രതിഭാസങ്ങളും ത്രിഗുണങ്ങൾക്കധീനമാണ്. ഇതാണ് നമ്മൾ മുൻ ശ്ലോകങ്ങളിൽ കണ്ടത്. അതൊന്നുകൂടി ഈ ശ്ലോകത്തിൽ ഉറപ്പിച്ചു പറയുന്നു എന്ന് മാത്രം. പരംപുരുഷനായ ഈശ്വരൻ അഥവാ പരമാത്മാവ് മാത്രമാണ് ഈ ത്രിഗുണങ്ങൾക്ക് അതീതനായുള്ളത്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.